ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഫുഡ് കോമ്പറ്റീഷന്, ഒരു കുക്കിംഗ് കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു. ടീമായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരുപാട് വെറൈറ്റി ഡിഷസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മെയിനായിട്ട് 3 ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. മലബാറി ചിക്കൻ കറി, ഗീ റൈസ്, പായസം. മലബാറി ചിക്കൻ കറി, നെയ്ച്ചോറൊക്കെ അവരവിടെ നിന്ന് ഐറ്റംസ് തന്നിട്ട് നമ്മൾ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷേ പായസത്തിനുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പായസങ്ങളുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് പോവും ഇതുകൊണ്ടൊക്കെ പായസം വയ്ക്കാൻ പറ്റുമെന്ന്. അത്രയും നേരം വെറൈറ്റി പായസങ്ങളുണ്ടായിരുന്നു. 13ഓളം ടീം മത്സരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ആൾക്കാരാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ തയ്യാറാക്കിയ പായസം അവിയൽ പായസമാണ്. നമ്മുടെ സദ്യകളിലൊക്കെ ഉണ്ടാവില്ലേ, അവിയൽ പച്ചക്കറി വെച്ചിട്ടുള്ള അത് വെച്ചിട്ടുള്ള പായസമായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി എല്ലാവർക്കും മലബാറി ചിക്കൻ കറി, നെയ്ച്ചോറ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ട്രോഫികളാണ് കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞങ്ങളതിൽ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റി കേട്ടോ. 13 ടീം മത്സരിച്ചതിൽ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് മൈനസ് മാർക്കൊക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ജഡ്ജസിനോട് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇനിയൊരു അവസരം വന്നാൽ അതൊക്കെ മാറ്റി നല്ല രീതിക്ക് തന്നെ ഞങ്ങളെല്ലാവരും പെർഫോം ചെയ്യും കേട്ടോ. ഇനി ഒരു നാടൻ ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് 1/4 കിലോ ചെമ്മീനാണ്. ഞാൻ പിന്നെ പറയാറുണ്ട്, നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ അതുപോലെ വിറകടുപ്പിൽ ഉണ്ടാക്കിയാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇത് 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. വറുത്തരച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചെമ്മീനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പൊടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പാക്കറ്റ് പൊടികൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് വീട്ടിൽ തന്നെ മുളകും മല്ലിയൊക്കെ പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ കറിയിലേക്കൊന്നും അധികം എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി അധികം ആവരുത്. മല്ലിപ്പൊടി കൂടിയാലും ഒരു തരം കയ്പ്പ് രസം വരും നമ്മുടെ കറിക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഒരു കൈക്കണക്കിൻ്റെ അളവിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഡെയിലി വീട്ടിൽ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരളവിൽ തന്നെ നിങ്ങളും ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കല്ലുപ്പിടാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിയുപ്പുള്ളൂ, അപ്പോൾ ഞാൻ പൊടിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ. ഇതിൽ പെരിഞ്ചീരകം, ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വറുത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി നമ്മുടെ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. കുടംപുളി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും കുടംപുളി ഇട്ട് വെച്ചതിന് ശേഷം മാത്രം കറികളിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കറി കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കറി പിന്നെ വായ വെക്കാൻ കൊള്ളില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കുടംപുളി ഉപയോഗിക്കുന്നതിനെക്കാട്ടി മുന്നേ ഒന്ന് ചൂടുവെള്ളത്തിൽ എടുത്ത് ഉപയോഗിക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മീൻ കറിയിൽ തക്കാളി ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ കഷ്ണം സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാളയുടെ പകുതി മതി. അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ.
പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി കൂടിയിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ചതച്ചെന്നെ എടുക്കണം. നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചതച്ചെടുത്തിട്ട് കറിയിൽ ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ വെറും ചെമ്മീൻ മാത്രം ഇടാണ്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കറിയുടെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കറിയുടെ കറക്റ്റ് ടേസ്റ്റൊക്കെ പിടിക്കുക ഉരുളക്കിഴങ്ങമ്മയ്ക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി ചേർക്കുക കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി ചേർത്തിട്ട് 5 മിനിറ്റ് അത് അങ്ങനെ വെക്കുക കേട്ടോ. ശരിക്കും ആ ഉപ്പും പുളിയും എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റായിട്ട് വേണം നമ്മളിത് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ചെമ്മീനൊക്കെ വാങ്ങിക്കുന്നവർ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് കറി വെച്ച് നോക്കുക. ഒരേ ടൈപ്പിൽ തന്നെ എപ്പോഴും കറി വെച്ച് മടുത്തവർ ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വിറകടുപ്പിലാണ് നമ്മൾ കറി വയ്ക്കുക. നമ്മൾ ഒരുവിധം കറിയൊക്കെ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുക. ഇനി ഇത് കറി നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരണം. ഇനി ഇത് നന്നായിട്ട് കറി കലക്കി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചേർക്കണം കേട്ടോ. നന്നായിട്ട് എന്നാൽ ഒരുപാട് വറ്റി പോകരുത്. നമുക്കൊരു മീഡിയം സൈസ് എണ്ണ തെളിഞ്ഞ് വരും. നമ്മൾ ഈ വറുത്ത തേങ്ങയത്തെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് കറി സെറ്റാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ കറി നമ്മൾ ഉള്ളി കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് മേലെ തൂവി കൊടുത്താൽ മതി. കണ്ട കറി നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി വെച്ച് നോക്കുക കേട്ടോ.
ചാവക്കാട് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ട് കുറച്ചായിട്ടുണ്ട്. ഞങ്ങൾ കുറേ ആയി കാണാൻ പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ അതാണ് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോയി. അമ്പൂന് ഒരുപാട് സന്തോഷമായിട്ടാണ്. കുറേ ആയി ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് പുറമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അയാളവിടെ ഫുൾ എൻജോയ് ചെയ്യായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിട്ടും. ഇതിൽ ഒരാൾക്ക് കയറാൻ 120 രൂപയാണ്. ഞങ്ങളാരും കയറിയില്ല. ഒപ്പം വന്നുള്ള എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കയറണമെന്ന്. പക്ഷേ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. അപ്പുറം തന്നെ സ്പീഡ് ബോട്ടും ഉണ്ട് കേട്ടോ. നമുക്കതിൽ കയറാം. നമുക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട്. ഒരു ദിവസം കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ ചാവക്കാട് ബീച്ചിലത്തെ.
ഇനി 2-3 കിച്ചൺ ടിപ്സാണ് കേട്ടോ. നമുക്ക് അടുക്കളയിലൊക്കെ ചെറിയ പൊടിക്കൈ എന്നൊക്കെ പറയില്ലേ, നമുക്ക് അമ്മമാർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ടിപ്പുകളാണ് കേട്ടോ. ഞാനിതുപോലെ ചെയ്യാറുണ്ട്. നിങ്ങളും ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് ഞാനൊരു 100 ml ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിലാണ് 7up-ൻ്റെ. അപ്പോൾ ഇതിൻ്റെ മൂടി ചെറുതായിട്ടൊന്ന് ഓട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കൂടിപ്പോവുക, പിന്നെ ബാക്കി എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെയുണ്ട് ചെയ്യാറ്. നല്ലൊരു ടിപ്പാണ് കേട്ടോ, ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുമ്പോൾ അത് പുറത്തേക്ക് വിസിലിൽ കൂടെ തെറിച്ച് പോകാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനുള്ളൊരു ടിപ്പാണ്, ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് വേവിച്ചാലും അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരുടെ വീട്ടിൽ സ്വിച്ച് ബോർഡ് ഉള്ളതാണ്. അപ്പോൾ സ്വിച്ച് ബോർഡ് നമ്മൾ ഡെയിലി സ്വിച്ച് ഇടും ഓണൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കില്ല. അപ്പോൾ അത് വേഗം അഴുക്ക് വരും. അപ്പോൾ അഴുക്ക് വന്നാൽ നമുക്ക് നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കാൻ പറ്റില്ല, കാരണം ഷോക്ക് വരുമല്ലോ. അപ്പോൾ അതിനെ പറ്റി ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞു തരാൻ പോണത്. പല്ല് തേക്കുന്ന ബ്രഷില്ലേ, നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷിൽ കുറച്ച് കോൾഗേറ്റ് എടുക്കുക. ഏത് എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുത്ത് നന്നായിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ സ്വിച്ച് ബോർഡ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.